ഹലോ, നമ്മൾ എത്ര ട്രെൻഡിങ്ങിലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിച്ചാലും നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലൊന്നും നമ്മുടെ നാവിൽ നിന്ന് ഒരിക്കലും പോവില്ല അല്ലേ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഇലയടയായിട്ടാണ്. വെറും ഇലയടയല്ല, നല്ലൊരു മീൻ ഇലയടയായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇലയടയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് പച്ചരി 3 മണിക്കൂർ മുമ്പ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് മിക്സി ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ, ഒരു ചെറിയ സവാള, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഒരു 1/4 കപ്പ് വെള്ളം ഇവ വെച്ചിട്ട് ഇത് നല്ല സ്മൂത്തായിട്ട് നരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടിക്ക് പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല. നമുക്ക് കയ്യിൽ വെച്ച് ഒരു ഉരുളയൊക്കെ ആക്കാനുള്ള ഒരു പാകമാകുന്നത് വരെ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഇലയടയ്ക്ക് വേണ്ടിയിട്ടുള്ള അരിമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫിഷ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ഇവ കൂടി ഇട്ടിട്ട് നല്ല പോലെ ഈ ഫിഷിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഫിഷെല്ലാം ഇതിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഫിഷിൻ്റെ ഒരു ഭാഗം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. സെയിം പാനിലോട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 3 സവാള കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കല്പം ഉപ്പ് കൂടി ഇട്ടിട്ട് ഈ സവാള ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയിട്ടിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളി കൂടി ഇട്ട് നമുക്കിതൊന്ന് സോട്ട് ചെയ്യാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇലയടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇലയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ ഇലയിലേക്ക് നമുക്ക് ഓയിലൊന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ അരിമാവ് എടുത്തിട്ട് നമുക്ക് ഇലയുടെ മുകളിൽ വെച്ച് ഇതുപോലെ പരത്തി കൊടുക്കുക. നല്ല തിന്നായിട്ട് തന്നെ പരത്തി കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ഫിഷ് മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മുഴുവൻ ഇലയുടെയും ഇതുപോലെ ചെയ്ത് സ്റ്റീമറിൽ കുറച്ച് വെള്ളം ചൂടാക്കി അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റീമറിൽ നിന്ന് മാറ്റാം. അങ്ങനെ താ നമ്മുടെ നാടൻ മീനിലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനിലയുടെയാണ്. അപ്പോൾ അധികം ആൾക്കാരും ഇതൊക്കെ ഉണ്ടാക്കുന്നവർ തന്നെയായിരിക്കും. എന്നാലും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പരമ്പരാഗത ഫുഡ് ഐറ്റംസൊക്കെ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ നാവിൻ തുമ്പത്തൊന്നും ആ ഒരു ടേസ്റ്റ് മാറില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരുന്നത് വരെ താങ്ക്സ് for watching. Bye.